നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പോലും ഈ രൂപം നിങ്ങളെ ഒന്ന് പിടിച്ചിരുത്തും. പന്നിയുടെ മുഖമുള്ള ഘോരരൂപിണിയായ ഒരു ദേവിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശത്രുക്കളെ വേരോടെ പിഴുതെറിയുന്ന, എന്നാൽ ഭക്തർക്ക് സമൃദ്ധിയുടെ പെരുമഴ നൽകുന്ന വരാഹി ദേവി. ആദിപരാശക്തിയുടെ ഉഗ്രരൂപമായ സപ്തമാതാക്കളിൽ പ്രധാനിയായ ഈ ദേവി എങ്ങനെയാണ് ഈ രൂപത്തിൽ അവതരിച്ചത്? വരാഹി ദേവിയുടെ ഉദ്ഭവത്തിന് പ്രധാനമായി രണ്ട് കഥകളുണ്ട്. രണ്ടും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന് മഹാവിഷ്ണുവിന്റെ വരാഹാവതാരമാണ്. പണ്ട് ഹിരണ്യാക്ഷൻ എന്ന അസുരൻ ഭൂമിയെ കൊണ്ടുപോയി പാതാളത്തിൽ ഒളിപ്പിച്ചു. അപ്പോൾ മഹാവിഷ്ണു രക്ഷകനായി വരാഹത്തിന്റെ രൂപമെടുത്തു. ആ വരാഹമൂർത്തിയുടെ ശക്തിയും ചൈതന്യവും ഒരു സ്ത്രീ രൂപത്തിൽ പ്രകടമായതാണ് വരാഹി ദേവി. അതുകൊണ്ടാണ് പാതാളത്തിൽ നിന്ന് ഭൂമിയെ ഉയർത്തിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ താഴ്ചകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദേവി നമ്മെ കൈപിടിച്ചുയർത്തുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നത്. രണ്ടാമത്തേത് ശുംഭ നിശുംഭ യുദ്ധമാണ്. ദേവി മഹാത്മ്യത്തിൽ ഇതിനെക്കുറിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട്. ശുംഭൻ, നിശുംഭൻ എന്നീ അസുരന്മാരുമായി ദുർഗാദേവി യുദ്ധം ചെയ്യുന്ന സമയം ദേവി തന്റെ ശരീരത്തിൽ നിന്ന് സപ്തമാതാക്കളായ 7 ശക്തി രൂപങ്ങളെ പുറത്തുവിട്ടു. ബ്രാഹ്മി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വരാഹി, നാരസിംഹി, ഇന്ദ്രാണി എന്നിവരാണ് ഈ സപ്തമാതാക്കൾ. ഈ നിരയിലെ പ്രധാനിയാണ് വരാഹി ദേവി. വരാഹമുഖവും ശക്തമായ മനുഷ്യ ശരീരവുമായി ദേവി യുദ്ധകളത്തിൽ നിലയുറപ്പിച്ചു. തന്റെ കലപ്പയും ഗദയും ഉപയോഗിച്ച് അസുരസേനയെ ദേവി അടിച്ചമർത്തി. വരാഹി ദേവി എന്ന സംഹാര രൂപിണി അങ്ങനെ ലോകത്തിനു മുന്നിൽ തന്റെ ശക്തി വെളിവാക്കി. വരാഹി ദേവിയുടെ രൂപം ശക്തമാണ്, ഭയപ്പെടുത്തുന്നതാണ്. എന്നാൽ ആ ഭയത്തിൽ ഭക്തർക്ക് അഭയമുണ്ട്. വരാഹമുഖം ദേവിയെ ഭൂമിയോടും വിഷ്ണുവിന്റെ രക്ഷകർത്തൃത്വത്തോടും ബന്ധിപ്പിക്കുന്നു. കറുത്ത നിറം ദോഷങ്ങളെ വലിച്ചെടുത്ത് ഇല്ലാതാക്കുവാനുള്ള ദേവിയുടെ കഴിവിനെ സൂചിപ്പിക്കുന്നു. മഹിഷത്തിന്റെ അല്ലെങ്കിൽ സിംഹത്തിന്റെ മുകളിലാണ് ദേവി ഇരിക്കുന്നത്. ദേവിയുടെ കൈകളിലെ ആയുധങ്ങൾ ശ്രദ്ധിക്കുക. ഐശ്വര്യത്തെയും ഫലഭൂയിഷ്ഠതയെയും സൂചിപ്പിക്കുന്ന കലപ്പയും ദുഷ്ടശക്തികളെ അടിച്ചമർത്താനുള്ള ഗദയും സംഹാരശക്തിയുടെ അടയാളങ്ങളായ വാളും ചക്രവുമാണ് വാരാഹി ദേവിയുടെ കൈകളിലെ ആയുധങ്ങൾ. ഈ രൂപത്തിൽ നിന്നാണ് ദേവിക്ക് 6 പ്രധാന ശക്തികൾ ലഭിക്കുന്നത്. ഈ ഉഗ്രരൂപിണി തന്റെ അകമഴിഞ്ഞ ഭക്തർക്ക് അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയുന്നു. നിങ്ങൾക്ക് ശത്രുദോഷങ്ങളുണ്ടോ? ദുർമന്ത്രവാദ ഭയമുണ്ടോ? വാരാഹി ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിച്ചാൽ ആ ദോഷങ്ങളെ വേരോടെ പിഴുതെറിയുവാൻ ദേവിക്ക് സാധിക്കും. നവഗ്രഹ ദോഷങ്ങൾ അകറ്റുവാനും വാരാഹി ദേവിയുടെ ആരാധന സഹായിക്കുന്നു. പ്രത്യേകിച്ചും ശനി, രാഹു, കേതു ദോഷങ്ങൾക്ക് ദേവിയെ ഭജിക്കുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അഷ്ടലക്ഷ്മി സ്വരൂപിണിയായ അമ്മയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ ധനം, ധാന്യം, വിജയം, ധൈര്യം, ആരോഗ്യം, സന്താനം, വിദ്യാഭ്യാസം, സൗന്ദര്യം എന്നിവയെല്ലാം ദേവി ഭക്തർക്ക് പ്രദാനം ചെയ്യുന്നു. ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും, പ്രത്യേകിച്ച് കൃഷിക്കും ഭൂമി ഇടപാടുകൾക്കും ദേവിയുടെ അനുഗ്രഹം തേടുന്നത് നല്ലതാണ്. രാത്രികാല പൂജകളിലും പഞ്ചമി തിഥി, പൗർണമി, അമാവാസി ദിവസങ്ങളിലും വരാഹി ദേവിയെ ആരാധിക്കുന്നത് ഏറ്റവും വിശേഷമായി കണക്കാക്കുന്നു. വരാഹി ദേവിയുടെ രൂപം ചിലപ്പോൾ ഭയമുണ്ടാക്കാം. എന്നാൽ ഓർക്കുക, ആ ഭയം ദുഷ്ടർക്ക് മാത്രമാണ്. മനസ്സിൽ നന്മയുള്ള ഭക്തർക്ക് വരാഹി അമ്മയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ തിന്മകളും അകറ്റി സമൃദ്ധിയും ശക്തിയും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ വരാഹി ദേവിയെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ദേവിയുടെ മന്ത്രം ചൊല്ലുക. ആദിപരാശക്തിയുടെ ഉഗ്രരൂപിണിയും വരാഹത്തിന്റെ ശക്തിയും സൗന്ദര്യവും ഒരുപോലെ ഒത്തുചേർന്ന വരാഹി ദേവി ഭക്തരുടെ ജീവിതത്തിൽ ഐശ്വര്യവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുന്നു. ദേവിയെ മനസ്സറിഞ്ഞ് ഭജിച്ചാൽ ഏതാപത്തിൽ നിന്നും രക്ഷ നേടാമെന്നാണ് വിശ്വാസം. സാധാരണക്കാർക്കെല്ലാവർക്കും പൊതുവെ അവരവരുടെ ഇഷ്ടകാമനകളെ സാധിക്കുന്നതിനു വേണ്ടി ജപിക്കാവുന്ന വരാഹി ദേവിയുടെ മന്ത്രം ഇതാണ്: ഓം ഹ്രീം വജ്രകോശായ നമഃ. ശരീരശുദ്ധി വരുത്തിയതിനു ശേഷം കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട വിളക്കിന് മുന്നിൽ ഒരു പലകയിലിരുന്ന് ബ്രാഹ്മ മുഹൂർത്തത്തിലോ, അതായത് രാവിലെ ഏകദേശം 4 മണിക്ക് അല്ലെങ്കിൽ രാത്രി 9 മണിക്ക് ശേഷം ഈ മന്ത്രം ജപിക്കാം. 108 തവണ ജപിക്കുന്നതാണ് ഉത്തമം. വളരെ പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കുന്ന സാത്വികമായ രീതിയിൽ എല്ലാവർക്കും ജപിക്കാവുന്ന മറ്റൊരു വരാഹി മന്ത്രമാണ് ഓം ഹ്രീം ഉഗ്രവാരാഹ്യൈ വജ്രഘോഷേ കാമേശി കാമവരദേ നമോ നമഃ. ഈ മന്ത്രം നിത്യേന 148 തവണ ജപിക്കണം. വലത് കൈയിലെ മോതിരവിരലിന്റെ അഗ്രഭാഗത്ത് കുറച്ച് കുങ്കുമം തൊട്ട്
കൈ രണ്ടും കൂപ്പി ജപിക്കണം. ജപിച്ചതിന് ശേഷം ആ കുങ്കുമം നമ്മുടെ നെറ്റിയിൽ തൊടാം. ഇങ്ങനെ ജപിക്കുന്നത് കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് സാധിച്ചെടുക്കുവാൻ കഴിയുമെന്ന് പറയപ്പെടുന്നു. നമ്മുടെ ഇഷ്ടങ്ങളെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളെ എല്ലാം സാധിപ്പിച്ചെടുക്കുന്ന അതിഭയാനകവും എന്നാൽ ആപത്തുകളെ തടയുന്നതും ശാന്തസ്വരൂപിണിയും ഭക്തജനപ്രിയയുമായിട്ടുള്ള ഒരു ഭഗവതിയാണ് വരാഹി ദേവി. സാധാരണക്കാർക്ക് സാത്വികമായി ഗുരുമുഖത്ത് നിന്നല്ലാതെ ഉപയോഗിക്കുവാൻ പറ്റിയ 2 മന്ത്രങ്ങളാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നത്. ഭഗവതിയുടെ വളരെ തീവ്രമായ ഭാവങ്ങളിലുള്ള പല മന്ത്രങ്ങളുമുണ്ട്. അതൊന്നും നമ്മൾ സാധാരണയായി ജപിക്കാറില്ല. അങ്ങനെയുള്ള മന്ത്രങ്ങൾ സാധാരണക്കാർ ജപിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒരു ശരിയായ ഉപാസകനായ ഗുരുനാഥന്റെ ഉപദേശപ്രകാരമല്ലാതെ അങ്ങനെയുള്ള മന്ത്രജപം ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും. തീവ്രഭാവങ്ങളിലുള്ള ഇത്തരത്തിലുള്ള മന്ത്രങ്ങൾ യഥാർത്ഥ ഗുരുമുഖത്തിൽ നിന്നല്ലാതെ ഉപയോഗിച്ച് പല കാര്യങ്ങൾ നേടിയെടുത്തതിന് ശേഷം ജീവിതത്തിൽ വളരെയധികം പരാജയത്തിലേക്ക് പോവുകയും വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുവാനും ഇടയാക്കും. അതിനാൽ മുകളിൽ പറഞ്ഞ വരാഹി ദേവിയുടെ സാത്വിക ഭാവത്തിലുള്ള മന്ത്രജപത്തിലൂടെ അമ്മയുടെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി എല്ലാ കഷ്ടനഷ്ടങ്ങളും തടസ്സങ്ങളും മാറി എല്ലാവർക്കും ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഹരി ഓം.